അപ്പൊ എല്ലാവരും ഈ ഇലക്ഷൻ ആഘോഷത്തിലായിരിക്കും. റിസൾട്ടൊക്കെ ആഘോഷിക്കും. ഞങ്ങൾ ആഘോഷിച്ച് മനുഷ്യ, ഞങ്ങൾ ആഘോഷിച്ച് ഭയങ്കര സന്തോഷമായിട്ടുള്ള ഒരു ദിവസമാണ് കേട്ടോ. ഭയങ്കര സന്തോഷമായിട്ടുള്ള ദിവസം. കാരണം ഇവനെ പോലുള്ളവന്മാരൊക്കെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പോയതിന്റെ ഐശ്വര്യം ഇന്ന് കേരളത്തിൽ ഉണ്ടായി തന്നെ വേണമെങ്കിൽ പറയാം. ഇവനെ പോലുള്ളവന്മാരൊക്കെ കാരണം എന്ന് വെച്ചാൽ ആദ്യം യൂത്ത് കോൺഗ്രസ് ആയിട്ട് നിൽക്കുന്നു, അവസാനം സ്ഥാനം കൊടുത്തില്ല, സീറ്റ് കൊടുത്തില്ലെന്നും പറഞ്ഞിട്ട് സ്വതന്ത്രനായിട്ട് നിൽക്കുന്നു. സ്വതന്ത്രനായിട്ട് നിന്ന് കഴിഞ്ഞിട്ട് തോറ്റ് കഴിഞ്ഞിട്ട് നേരെ എന്തെടുക്കുന്നു, BJP പോകുന്നു. അവിടുത്തെ നയനവും ഇത് എന്തോ കുറെ പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ നാറി കുറെ പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു. അവിടുത്തെ നിയമങ്ങളും കാര്യങ്ങളും ഇഷ്ടമല്ല, അവരുടെ രാഷ്ട്രീയത്തിന്റെ ഇതൊന്നും ഇരുന്നാൽ നമുക്കെന്തോ വെറുപ്പ് പോലെ തോന്നുന്നു പറഞ്ഞൊരു വ്യക്തിയായിരുന്നു. അങ്ങനെ ഒരു മാസം മാത്രം ആ പാർട്ടിയോടെ നിന്നിട്ട് പിന്നെ വേറൊരു പാർട്ടിയോടെ പോയി. പിന്നെയും കോൺഗ്രസ് ചായകളോടെ നിന്നൊരു മനുഷ്യനാണ് ഇതേ കിടക്കുന്നത്. കോൺഗ്രസ്സുകാരുടെ അടുത്ത് നിന്ന് സീറ്റും കാര്യങ്ങളും ചോദിച്ചപ്പോൾ അവർ സീറ്റ് കൊടുത്തില്ല. സീറ്റ് കൊടുക്കാതെ വീണ്ടും തേണ്ടേ NDA വന്ന് ചക്കയ്ക്ക് വേണ്ടി നിൽക്കുന്നു. ഇവനെയൊക്കെ എന്തോ പറയാനാ, സ്റ്റാൻഡ് ഇല്ലാത്ത നാറിയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഈ ഇലക്ഷന് അഖിൽ മാരാരായിട്ട് നിന്നായിരുന്നെങ്കിൽ, ആ ബിഗ് ബോസ് വന്ന സമയത്ത് നിന്നായിരുന്നെങ്കിൽ അവൻ അന്തസ്സോടെ ജയിച്ചാൽ. കോൺഗ്രസ് പാർട്ടിയുടെ കൊടുത്തപ്പോൾ സീറ്റ് കൊടുത്തില്ല. കാരണം ഒരുപാട് ആൾക്കാർ നിപ്പുണ്ട്. ഒരുപാട് ആൾക്കാർ പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൊണ്ട് അവർ ഈ വട്ടം കൊടുത്തില്ല. അതിന് ഇവൻ അപ്പുറത്തോട്ട് ചാടി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, പൈസ എന്തായാലും നല്ല രീതിയിൽ BJP വലിച്ചെറിയും. അതും മേടിച്ചിട്ട് ഈ നാറി പറയാതിരിക്കുന്നത് അതിന്റെ കൂലി എന്ന് പറയും. 8 മണിക്ക് വേണ്ട 8 മണിക്ക് ഓട്ടണാല് ട്രോളാണ് തുടങ്ങി. 8:05 ആയപ്പോഴത്തേക്ക് തോറ്റവരെന്നും പറഞ്ഞിട്ട് ആര് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനും പിന്നെ അഖിൽമാരും മറ്റേ പെണ്ണിന്റെ പേര് ഞാനങ്ങ് മറന്നുപോയി. ഓക്കെ, ഇതുപോലെ നിലപാടില്ലാത്ത ഒരുത്തനാ ഇവൻ. ഭയങ്കര കോൺഫിഡൻസ് ഉണ്ട്. 10-20,000 വോട്ട് പിടിച്ചിട്ടുണ്ട്, അത് വേറെ കാര്യം. 20,000 വോട്ട് എന്ന് പറയുന്നത് നിസ്സാര കാര്യങ്ങളൊന്നുമല്ല. പക്ഷെ നല്ല രീതിയിൽ നട്ടലോടെ നിന്നായിരുന്നെങ്കിൽ പുല്ലുപോലെ ജയിക്കാൻ കഴിവുള്ളൊരുത്തനാണ്. നട്ടലോടെ നിൽക്കണം. പക്ഷെ അവിടെ ഇവിടെ ചാടി സ്വന്തം നിലനിൽപ്പിന് വേണ്ടി മാത്രം നടക്കുന്ന ഒരു നാറി എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ പിഷാരടിക്കെതിരെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ആവശ്യമില്ലാതെ ഇലക്ഷൻ വന്ന ഇലക്ഷന്റെ കാര്യങ്ങൾ മാത്രം നോക്കി പോകണം, ഇതൊന്നുമില്ല. ചുമ്മാ വന്നിട്ട് മറ്റുള്ളവരെ കുറ്റം പറയുക, അതിൽ നിന്ന് ശ്രദ്ധ പിടിക്കുക, ഇത് മാത്രമായിരുന്നു ഇദ്ദേഹത്തിന്റെ സ്ഥിരം പരിപാടി. അതിന്റെ എല്ലാം ഇദ്ദേഹം അനുഭവിക്കുകയും ചെയ്തു. റിപ്പോർട്ടർ ചാനലിലെ മൊട്ട അതായിരുന്നു കോമഡി. ഞാൻ അതിനെക്കുറിച്ച് വെച്ച് തരാം. ഇപ്പോൾ വൈഫ് ഹോസ്പിറ്റലാണ്. അതിൻ്റെ ഒരു വീഡിയോ പുള്ളി 9 മണിക്കൂർ മുമ്പ് ഇട്ടാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്താ ഗൈസ്, കോൺഗ്രസിന്റെ തരംഗം എന്ന് പറഞ്ഞാൽ അമ്മാതിരി തൂക്കെന്ന് പറയാം. അമ്മാതിരി VD സതീശൻ എടുത്ത് പറയും 100 സീറ്റോളം പിടിച്ചിരിക്കുന്നു പറഞ്ഞു. എനിക്ക് അത്ര കോൺഫിഡൻസ് ഇല്ലായിരുന്നു സീരിയസ്ലി. ഇന്നലെ രാത്രി പോലും എനിക്കൊരു സമാധാനം ഇല്ലാഞ്ഞിട്ട് ഞാൻ പോസ്റ്റ് ഇട്ടു. LDF 3.0 ഈസ് ലോഡിംഗ് എന്നും പറഞ്ഞിട്ടുള്ള രീതിയിൽ ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പോസ്റ്റ് കാരണം എനിക്ക് എന്തോ ഭയങ്കര ഇത്. കഴിഞ്ഞ വർഷം ഞാൻ ഷിപ്പിലായിരുന്ന സമയത്തായിരുന്നു ഇലക്ഷൻ ആ സമയത്ത് ദേ കിടക്കുന്നു. ഞാൻ വെച്ച് കോൺഗ്രസ് ജയിക്കുന്ന കരുതി 8 പൊട്ടിപ്പോയി. അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് ഈ ഇലക്ഷൻ ഇപ്പോൾ വരികയും ചെയ്യുന്നത്. ഇപ്പോഴും എനിക്ക് കോൺഫിഡൻസ് ഇല്ലായിരുന്നു സീരിയസ്ലി. പക്ഷേ തൂക്കി. പിന്നെ BJPക്ക് ഒരു സീറ്റ് പ്രതീക്ഷിച്ചു, അവർ 3 കൊണ്ടുപോയി. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത 2 ആൾക്കാർ തൂക്കിക്കൊണ്ടുപോയി. ഓക്കെ, അങ്ങനെ എന്തായാലും ഇവരെ പോലുള്ളവന്മാരൊക്കെ ഞാൻ പറയുന്നില്ല, നിങ്ങൾ പറ. ഓക്കെ, വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ഉണ്ടെങ്കിൽ ഹൈപ്പ് കൊടുക്കുക. ആദ്യമായിട്ട് എൻ്റെ ചാനലാണെങ്കിൽ ഒന്ന് സബ് ചെയ്തേക്കുക. അഭിപ്രായങ്ങളും പറയണം, എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അത് പറയുക. ഇത് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസം കേട്ടോ. കാരണം 10 വർഷം ഈ നരകത്തിൽ നിന്ന് ഒന്ന് കരകയറാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഇനി അണ്ണൻ്റെ വീഡിയോ വെക്കാം. റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാറിന് എന്റെ വാർത്ത ഞാൻ മുന്നിലാണെന്ന് വായിക്കുന്ന നിമിഷത്തിന് വേണ്ടി എന്റെ പൊന്നോ, ഞാൻ മുന്നിലാന്ന് സുരേഷ് ഗോപിയുടെ മട്ടും മുക്കം നോട്ടമൊക്കെ കണ്ടില്ല എന്നെക്കാളും തള്ളുന്നവനോ ആ ഒരു രീതിയില സുരേഷ് ഗോപിയുടെ നോട്ടൊക്കെ കണ്ടു. എന്റെ പൊന്നോ, നീ പറ. റിപ്പോർട്ടറിലെ ആരോട് പറയുന്നത് വെക്കാവേ. 1303 വോട്ടുകൾക്ക് അഖിൽ മാരാർ എന്ന അഖിൽ രാജ് എന്ന അഖിൽ കൊട്ടാത്തല ഇപ്പോൾ പിന്നിലാണ്. ആദ്യം യൂത്ത് കോൺഗ്രസ് ആയിരിക്കുകയും പിന്നീട് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പിന്തുണ പ്രഖ്യാപിക്കുകയും പിന്നീട് അവിടെ നിന്ന് തിരിച്ച് യുവമോർച്ചയിലേക്കും BJPയിലേക്കും ഒക്കെ വന്ന് അവിടെ നിന്ന് 2020 വന്ന് മത്സരിച്ച അഖിൽ മാരാർ കഷ്ടിച്ചു പിടിച്ചിരിക്കുന്നത് 9161 വോട്ടുകളാണ്. അയ്യോ, അത്രേ പിടിച്ചുള്ളൂ. ഓക്കെ, ഇനിയിപ്പം ഞാൻ നോക്കിയപ്പോ 22 കിടപ്പുണ്ടായിരുന്നു. ഓക്കെ, 1161 എവിടെ ഇവിടെ സ്ക്രീനിൽ പോലും ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. പിന്നെ നമ്മുടെ അഞ്ജലി ഉണ്ടായിരുന്നു. ചക്ക എന്റെ പൊന്നോ, മെയ് 4 ചക്കയുടെ രുചി എന്താണെന്ന് ഞാൻ അറിയാം. ചക്കയിൽ നിന്നാണല്ലോ ആമ്പലുണ്ടാവുന്ന, ആമ്പലിൽ നിന്നാണല്ലോ പൂപ്പലുണ്ടാവുന്നതൊക്കെയാണ് കൊച്ചമ്മ വന്നിട്ട് പറഞ്ഞത്. ഓക്കെ, മാരാറിന്റെ വൈഫ് ഹോസ്പിറ്റലാണ്. അതിന്റെ ഒരു വീഡിയോ ഞാൻ വെച്ചുതരാം. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ 2 ദിവസം മുമ്പ് നമ്മുടെ പൃഥ്വിരാജിന്റെ മോഹൻലാലിന്റെ മമ്മൂട്ടിയുടെ ഒരു പടം ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ റിലീസ് ചെയ്തത്. ആ പടം കാണാൻ വേണ്ടി നമ്മുടെ മാരാരി പോയപ്പം നമ്മുടെ റിവ്യൂ വയ്ക്കാൻ വേണ്ടി ആൾക്കാരെ കൂടി വന്നപ്പോൾ ഇല്ല ലക്ഷ്മി അവിടെ ഹോസ്പിറ്റലാന്ന് പറഞ്ഞാൽ ഭയങ്കര ഓട്ടം. എന്തുവാ, ലക്ഷ്മി മുമ്പത്തെ ദിവസം ഹോസ്പിറ്റലിൽ വെച്ചേക്കുമായിരുന്നു, മീൻസ് കൊണ്ടുപോയേക്കുമായിരുന്നു, അത് വേറെ കാര്യം. പക്ഷെ അണ്ണൻ എന്നിട്ട് ആ സിനിമ കാണാൻ കാണിച്ചാലും മനസ്സുണ്ടല്ലോ, അതിനൊരു കയ്യടി അടിക്കണം. എന്നിട്ട് നമുക്ക് ഇന്ന് ചേച്ചിയൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന വീഡിയോ നോക്കാം. എല്ലാവരും ഈ ഇലക്ഷൻ ആഘോഷത്തിലായിരിക്കും. റിസൾട്ടൊക്കെ ആഘോഷിക്കും. ഞങ്ങൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുക.
അപ്പൊ ലക്ഷ്മി ചേച്ചിക്ക് അറിയാം 8 നില പൊട്ടി പോകുന്നു. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, മാരാന്റെ ചിരി തന്നെ ഉണ്ട്. മാരാൻ ഇപ്പൊ ജയിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കുറച്ച് പൈസയും കാര്യങ്ങളും മാരാറിന് കിട്ടിയിട്ടുണ്ട്. ഈ ഇലക്ഷനിൽ നിന്ന് പുള്ളിക്ക് ആ ഒരു ഗുണം ഉണ്ടായിട്ടുണ്ട്. BJP-ക്കാർ അത്യാവശ്യം നല്ല ഫണ്ടിറക്കും. നമ്മുടെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന് കുറച്ച് കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ എന്തോ ഒരുത്തിനോട് പറഞ്ഞാൽ എനിക്ക് 4 കോടി രൂപയോളം BJP-ക്കാർ തരും, അങ്ങനെ അപ്പോൾ തന്നെ കടങ്ങളും കാര്യങ്ങളും 40 ലക്ഷം രൂപ ഞാൻ തീർത്തേക്കാം എന്നുള്ള രീതിയിൽ ഈ പറഞ്ഞ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഒരുത്തിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, അഖിൽമാരാറിന് അത്യാവശ്യം എത്ര രൂപ കിട്ടും എന്നുള്ള രീതിയിൽ. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ കൂടെ 1-2 കോടി രൂപ ചിലപ്പോൾ ചിലവാക്കി കാണും, ബാക്കി 2 കയറുന്നാലും അവന് വിളിക്കാം. പറഞ്ഞു മനസ്സിലായി, നമ്മൾ ട്രോൾ ചെയ്യാനും അവന് കിട്ടേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അവൻ അതിന്റെ അഹങ്കാരം തന്നെയാണ് അവന്റെ മുഖത്തിരിക്കുന്നത്. കാരണം അവന് പൈസ മതി, അതിനവൻ ഏത് രീതിയിലും പോകുന്നു നമുക്ക് മനസ്സിലാക്കാം. കേരളത്തിലെ എല്ലാ ആഘോഷ ടീമുകൾക്കും ഹാപ്പി ആഘോഷം. ആശുപത്രിയിൽ കാണണമെന്നുണ്ടായിരുന്നു ആശുപത്രിയിലേക്ക്. അപ്പൊ ആഘോഷിക്കും. ഞങ്ങൾക്ക് ആ പറച്ചിൽ തന്നെ ഉണ്ട്. അവനറിയാം ഇതെല്ലാം 3G ആയി പോകുന്ന നല്ല രീതിയിൽ അറിയാം. ഓക്കെ, ഇവിടെ നോക്കിയാൽ പണ്ടത്തെ ട്രോൾ ആണല്ലോ, നമുക്ക് ആ ട്രോൾ ഒന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, എടാ എപ്പോഴും ഞാനൊരു കാര്യം പറയാം, സബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ് ചെയ്യണേ, ലൈക്ക് അടിക്കാത്തവരൊന്ന് ലൈക്ക് പിടിച്ചു. അതാകെ ഞാൻ ഉറപ്പിച്ചിരിക്കുന്ന ഒറ്റ സ്ഥാനം അഖിൽമാരാ. ചിരിക്കണം, എന്താ ഒരു വലിയ തമാശ പറഞ്ഞല്ലേ, ചിരിക്കണമെങ്കിൽ ചിരിക്കാം. ഇന്ത്യയുടെ സ്ഥാനാർത്ഥിയായി ഞാൻ വിജയിച്ചു വരുന്ന ദിവസമായിരിക്കും മെയ് 4-ാം തീയതി. നീ ഒരു റീഎൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിലെ അപമാനം. ഇവിടെ എനിക്കൊരു സ്പെഷ്യൽ മിഷൻ കൂടി ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കാം. റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാറിന് എന്റെ വാർത്ത ഞാൻ മുന്നിലാണെന്ന് വായിക്കുന്ന നിമിഷത്തിന് വേണ്ടി ചില പ്രേക്ഷകരെങ്കിലും കരുതിയിരുന്ന തൃക്കാക്കരയിലെ റിസൾട്ട് ഞാനൊക്കെ പറയുകയാണ്. അഖിൽ രാജ് എന്ന അഖിൽമാര 10,000 വോട്ട് പോലും തിരിച്ചു പിടിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ്. ചിരിച്ചൊരു പരുവായി കേട്ടോ, സീരിയസ്ലി. ഞാനിത് ആദ്യം വീഡിയോ കണ്ടപ്പോൾ ഇരുന്ന് എന്തോ അട്ടാസിക്ക് വരുന്ന അറിയാം, എന്തോ ട്രോളായിരുന്നു ഈ മനുഷ്യനെ കിട്ടിയത്. പിന്നെ 24-ലെ ആഷ്മിയോ ആ പുള്ളിക്കാരൻ ഭയങ്കര വെറുപ്പീരായിരുന്നു കേട്ടോ. അയ്യോ എന്തോ വെറുപ്പീരായിരുന്നു, അവിടെ കിടന്നിട്ട് പട്ടി ഷോ കാണിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. എന്തിനാണെന്ന് പോലും എനിക്ക് അറിയത്തില്ല, സത്യം പറഞ്ഞാൽ പട്ടി ഷോ ആയിരുന്നു പുള്ളിക്കാരൻ. ഓക്കെ, ആ സമയത്ത് ഒരു മാസം റോളിലോട്ടൊക്കെ വന്നേ അതൊക്കെ പോയി. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 9,161 വോട്ടുമായി 3-ാം സ്ഥാനത്താണ്. താഴെ മുകളിലോട്ട് പോകുമ്പോൾ 1-ാം സ്ഥാനത്താണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രവീന്ദ്രൻ ചെറ്റയാ, വെറും ചെറ്റ. 24,303 വോട്ടുകൾക്ക് അഖിൽ മാലാർ എന്ന അഖിൽ രാജ് എന്ന അഖിൽ കൊട്ടാത്തല. മൊട്ട ശരിക്കും മുതലെടുത്ത് കേട്ടോ. ഈ ഒരു കാര്യത്തിൽ മൊട്ടയ്ക്കൊപ്പം മുതലെടുപ്പിന്റെ കാര്യത്തിൽ ചണ്ണാക്കി കൊടുത്തവണി ഇപ്പോൾ പിന്നിലാണ്. ഏത് പട്ടിക്ക് ഒരു ദിവസം എന്നല്ല പറയാറ്, അതുപോലെ സാറിനുണ്ടാവും ഒരു ദിവസം. ആദ്യം യൂത്ത് കോൺഗ്രസ് ആയിരിക്കും, പിന്നീട് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പിന്തുണ പ്രഖ്യാപിക്കുകയും പിന്നീട് അവിടെ നിന്ന് തിരിച്ച് യുവമോർച്ചയിലേക്കും BJP-യിലേക്കും ഒക്കെ വന്ന് അവിടെ നിന്ന് 2020-ൽ വന്ന് മത്സരിച്ച അഖിൽ മാരാർ കഷ്ടിച്ചു പിടിച്ചിരിക്കുന്നത് 9,161 വോട്ടുകളാണ്. ആർക്ക് വോട്ട് ചെയ്താലും അത് കലേഷിന് കിട്ടുന്ന രീതിയിൽ വോട്ടിംഗ് അണ്ടർത്തിൽ ക്രമക്കേട് ഉണ്ടാക്കി തോന്നിയൊരു അപ്പീൽ പോയി നോക്കിയാലോ? അപ്പീലിന് പോകാൻ യുവജനോത്സവത്തിലെ ലളിതഗാന മത്സരത്തിനല്ല സാർ മത്സരിച്ചത്. 9,161 എവിടെ? തൃക്കാക്കരയിൽ ഉമാ തോമസിനേക്കാൾ 24,000 വോട്ടുകൾക്ക് പിറകിലാണ് അഖിൽ രാജ് എന്ന അഖിൽ മാരാർ എന്ന വിവരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ അറിയിക്കുക. ഈ പരാജയം താങ്കൾ ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലേ? ഒരു മത്സരമാകുമ്പോൾ ഒരാൾ ജയിക്കും, ഒരാൾ തോക്കും, എന്നാൽ ഇങ്ങനെ ഉണ്ടാവും ഒരു തോൽവി. അതായ സന്തോഷമായല്ലോ എല്ലാവർക്കും. ഓക്കെ, ഡോക്ടർ അരുൺകുമാർ, നമ്മൾ ഈ അഖിൽമാരാരൊന്നും ഈ സമയത്ത് അങ്ങനെ പറയാൻ പാടില്ല ഡോക്ടർ അരുൺകുമാർ. കാരണം പിണറായി വിജയൻ പിന്നിൽ നിൽക്കുന്ന സമയത്ത് എന്ത് അഖിൽമാരാ? സത്യം പറയല്ലോ, പിണറായി വിജയൻ 7 സ്ഥലത്തോളം ഭയങ്കര വോട്ട് കുറവായിരുന്നു. ഇതിൽ കൂടുതൽ ഒരു നാണക്കേട് ഒരു മുഖ്യമന്ത്രിക്ക് ഇനി കിട്ടാല്ല. 10 വർഷം കേരളം ഭരിച്ചൊരു മുഖ്യമന്ത്രി ഇത്രമാത്രം ജനങ്ങൾ വെറുക്കുവാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ സ്റ്റാലിൻ 8 നില പൊട്ടിപ്പോയി, അതും ഒരു മുഖ്യമന്ത്രിയായിട്ടിരുന്നൊരു വ്യക്തി. എനിക്കറിയത്തില്ല ജനങ്ങൾ എന്താണെന്ന് ഈ ഒരു ഇലക്ഷനോട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം. ഞാൻ കഴിഞ്ഞ വട്ടമൊക്കെ കിറ്റ് മേടിച്ച് പപ്പടത്തിന്റെ അതിന്റെ ഇതിന്റെ ഒക്കെ കണക്ക് ഞാൻ പറഞ്ഞു, തെറ്റാണ് നിങ്ങൾ ചെയ്തത്. പക്ഷേ ഇന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് വിവരം വെച്ചെന്നുള്ള ഏറ്റവും ഒരു ഉദാഹരണമാണ് ഈ ഇലക്ഷൻ റിസൾട്ട്. ഈ ഇലക്ഷൻ റിസൾട്ട് കൈയടിക്കണം, കേരളത്തിലെ ജനങ്ങൾക്ക് കൈയടിക്കണം. ഈ ഒരു ഇതില്ല. ഓക്കെ, ഇനി ഇവന്റെ വെക്കുന്നില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സംഭവം ചെയ്യാം. ഞാനിപ്പോൾ ഭയങ്കര എനർജി ആയിട്ടുണ്ട്, സത്യം പറയാലോ. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, ഭയങ്കര എനർജിയും കൂടെ. എന്താണെന്ന് അറിയത്തില്ല, കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് മാറ്റി മാറി 99% മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഭയങ്കര ഹാപ്പി എന്ന് വെച്ചാൽ അത്രയ്ക്ക് സന്തോഷമുണ്ട്. 10 വർഷം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ അത് പറയാൻ പറ്റൂല. ഓക്കെ, എന്തെങ്കിലും ചാനൽ സബ് ചെയ്യുക. ബൈ, ലവ് യു ഓൾ. സബ് ചെയ്യാത്തൊരു സബ് ചെയ്യുക, ഒന്ന് ലൈക്ക് പിടിക്കുക.